ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു പാർട്ടൻ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇൻക്രീസ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് സ്ലിപ്പ് നോട്ട് വരെ. അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ 6 സ്റ്റിച്ചസ് നമ്മൾ ഇട്ടിരിക്കണം. 6 സ്റ്റിച്ചസിൻ്റെ അടിയിലും 2 സിംഗിൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട അതേ ചെയിൻ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മളെടുത്തു, യാൺ ഓവർ ചെയ്തെടുത്തു, സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ നിൽക്കരുത്, അതേ സെയിം പ്രൊസീജിയറിൽ ഇൻസേർട്ട് ചെയ്യുക. അതായത് സെയിം നമ്മൾ ഇട്ടിട്ടുള്ള സിംഗിൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്കുള്ള 6 ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ സ്റ്റിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തം ലാസ്റ്റ് 12 സിംഗിൾ സ്റ്റിച്ചാണ് കിട്ടുക. അതായത് 12 ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ ചെയ്യണതിൻ്റെ പർപ്പസ് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ആ ചെറിയൊരു റൗണ്ട് വന്നില്ലേ, അതിനെ നമ്മൾ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ബേസിക് സീരീസ് തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് സ്റ്റിച്ച് മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റിച്ച് എവിടെയാണെന്ന് മാർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് തുടങ്ങിയ ഈ സാധനമില്ലേ, അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റിച്ചിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തേക്കണം. ഈ റൗണ്ട് ലാസ്റ്റ് ആകുമ്പോൾ അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ടതെന്ന് മനസ്സിലാവും. കാരണം ആ ലാസ്റ്റ് സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ഏത് സ്റ്റിച്ചാണ് ഇട്ടതെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാനും എളുപ്പമാണ് ഈ സ്റ്റിച്ച് മാർക്കർ ഇടുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഊരി മാറ്റുക. എന്നിട്ട് നമുക്കറിയാം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ അതിനെ ഇൻസേർട്ട് ചെയ്തു, പുൾ ചെയ്തു. എന്നിട്ട് ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ പുറത്തോട്ടെടുത്തു. നമ്മളങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഇൻക്രീസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണമെന്ന് അറിയാലോ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എല്ലാവരും കൂടി വന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.